നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. PV അൻവർ MLAയുടെ വഞ്ചനാപരമായ നിലപാടിനെതിരെ CPIM തിരൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് നേരെ കത്തിവീശി ഭീഷണിപ്പെടുത്തിയ യുവാവ് അറസ്റ്റിൽ. തിരൂർ ഉപജില്ലാ ശാസ്ത്രമേളയുടെ സംഘാടക സമിതി യോഗം തിരുനാവായ നവമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. എടക്കനാട് GMUP സ്കൂൾ കായികോത്സവത്തിന് തുടക്കമായി. PV അൻവർ MLA നടത്തുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെ CPIM താനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താനൂരിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. PV അൻവർ MLA നടത്തുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെ CPIM താനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താനൂരിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകൾ. CPIM-നെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെ ഇകഴ്ത്തുവാനും നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെയും PV അൻവർ MLAയുടെ വഞ്ചനാപരമായ നിലപാടിനെതിരെയും CPIM തിരൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. താഴെപ്പാലത്തു നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള ഗവൺമെന്റിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളുടെ മുമ്പിൽ പരസ്യമായി പ്രഖ്യാപിച്ചു, അൻവർ നൽകിയ പരാതികളിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് അതിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരെ അവരെ ഏത് പ്രഗത്ഭരാണെങ്കിലും അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. അന്വേഷിക്കാതെ ആരെങ്കിലും പറയുമ്പോഴേക്കും നടപടിയെടുക്കുക എന്നത് അൻവർ പറയുന്നത് പോലെ തറവാട്ടുകാർക്കൊക്കെ കഴിഞ്ഞേക്കും. പക്ഷെ ഒരു സർക്കാരിന് ഏത് പരാതി കിട്ടിയാലും അന്വേഷിച്ച് നിയമാനുസൃത നടപടിയെടുക്കുകയല്ലാതെ മറ്റെന്താണ് മാർഗം? ആ പരാതിയിന്മേൽ അന്വേഷണം നടത്തി 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് വേണമെന്നും അത് സംബന്ധിച്ച് നടപടി സ്വീകരിക്കുമെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആ ആവശ്യം നിർവഹിക്കുകയാണ് താല്പര്യമെങ്കിൽ അതിലപ്പുറത്തേക്ക് പോകേണ്ടതില്ല. ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P ഹംസകുട്ടി, അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ എന്നിവർ സംസാരിച്ചു. PP ലക്ഷ്മണൻ, അഡ്വക്കേറ്റ് S ഗിരീഷ്, P മുഹമ്മദ് അലി, CK ബാവക്കുട്ടി, ME വൃന്ദ, T ഷാജി, PC കബീർ, നൌഷാദ് നെല്ലാഞ്ചേരി എന്നിവർ നേതൃത്വം നൽകി. വെട്ടന്യൂസ് തിരൂർ. പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് നേരെ കത്തിവീശി ഭീഷണിപ്പെടുത്തിയ യുവാവ് അറസ്റ്റിൽ. പൊന്നാനി മരക്കടവ് സ്വദേശി സക്കീറാണ് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്ത് പൊന്നാനി ബീവറേജ് പരിസരത്ത് നിന്ന് അറസ്റ്റ് ചെയ്തത്. അമിതശേഷിയുള്ള മയക്കുഗുളിക ആവശ്യപ്പെട്ടാണ് യുവാവ് ആശുപത്രിയിലെത്തിയത്. എന്നാൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജൂനിയർ ഡോക്ടർ മരുന്നെഴുതി നൽകിയില്ല. ഇതോടെ മടങ്ങിപ്പോയ യുവാവ് വീണ്ടും കത്തിയുമായി എത്തി ഡോക്ടറെ ഭീഷണിപ്പെടുത്തി മരുന്നെഴുതി വാങ്ങി. ഡോക്ടറുടെ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി നിരവധി കേസുകളിലെ പ്രതിയാണെന്നും ലഹരിക്ക് അടിമയായ ഡേഞ്ചർ സക്കീറാണെന്നും മനസ്സിലായി. പ്രതിക്കെതിരെ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ അതിക്രമം നടത്തിയ വകുപ്പ് പ്രകാരം കേസെടുത്തു. പൊന്നാനി സബ് ഇൻസ്പെക്ടർ RU അരുൺ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വർഗീസ്, പോലീസുകാരനായ അഷ്റഫ് നാസർ, പ്രശാന്ത് കുമാർ, മഹേഷ് മോഹൻ എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത്. പൊന്നാനി കോടതിയിൽ ഹാജരാക്കി പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. വെട്ടന്യൂസ് പൊന്നാനി.
തിരൂർ ഉപജില്ലാ ശാസ്ത്രമേളയുടെ സംഘാടക സമിതി യോഗം തിരുനാവായ നവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. തിരുനാവായ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ ഖദീജ ആയപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 16, 17, 18 തീയതികളിൽ തിരുനാവായ നവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് മേള നടക്കുന്നത്. ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തി പരിചയ, IT മേളകളിലായി 6000-ലധികം വിദ്യാർത്ഥികൾ മേളയിൽ പങ്കെടുക്കും. സ്വാഗത സംഘം രൂപീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് മൊയ്തീൻകുട്ടി അധ്യക്ഷനായിരുന്നു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമ VV, EHM ഫോറം കൺവീനർ ഫൈസൽ എന്നിവർ മേളയുടെ വിശദീകരണം നടത്തി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ദേവയാനി, വാർഡ് മെമ്പർമാരായ ഷാലി ജയൻ, ഹാരിസ് പറമ്പിൽ, PTA പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ, അബ്ദുൽ ജലീൽ, തിരൂർ BPC മൊയ്തീൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി ബാലൻ മാഷ്, PTA പ്രതിനിധി ബക്കർ അമരയിൽ, സിറാജുദ്ദീൻ, AMLP സ്കൂൾ മാനേജർ മുഹമ്മദ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. വെട്ടന്യൂസ് തിരുനാവായ. എടക്കനാട് GMUP സ്കൂൾ കായികോത്സവത്തിന് തുടക്കമായി. പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ അബ്ദുൽ നൌഫൽ പതാക ഉയർത്തി കായികമേള ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മാസ്റ്റർ V. അബ്ദുസിയാദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ അബ്ദുൽ നൌഫൽ P പതാക ഉയർത്തിക്കൊണ്ട് കായികമേള ഉദ്ഘാടനം ചെയ്തു. PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ വിജിനി, സുനു, വാർഡ് മെമ്പർ സരസ്വതി ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. സീനിയർ അസിസ്റ്റന്റ് ആരിഫ് UH സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി കാർത്യായനി നന്ദിയും പറഞ്ഞു. കഴിഞ്ഞ വർഷം സംസ്ഥാനതല കൊക്കോ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത നിയാസി P താരങ്ങൾക്ക് കായിക പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിവിധ ഹൌസുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജേഴ്സികൾ അണിഞ്ഞുകൊണ്ട് വർണ്ണാഭമായ മാർച്ച് പാസ്റ്റും അരങ്ങേറി. കായിക അധ്യാപകനായ ഷൈജു, സാരംഗ്, അനുപമ, സന്ധ്യ, ഷൈനി, ആരിഫ, ജമാൽ, അനുപമ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹെഡ്മാസ്റ്റർ അബ്ദുസിയാദ് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. റെഡ് ഹൌസ് ഓവറോൾ ചാമ്പ്യന്മാരായി. വെട്ടന്യൂസ് പുറത്തൂർ. PV അൻവർ MLA നടത്തുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെ CPIM താനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താനൂരിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം E. ജയൻ, ഏരിയ സെക്രട്ടറി സമദ് താനാളൂർ, KT ശശി, V. അബ്ദുൾ റസാഖ്, KV സിദ്ദീഖ് തുടങ്ങിയവർ സംസാരിച്ചു. അൻവർ എന്നത് പറഞ്ഞത് അവിടെ പ്രതിഷേധ പ്രകടനം നടന്നു, ഞാൻ അതിനെ മറികടന്നു എന്നല്ല, അതിനെ മറികടന്നത് CPIM ആണ്. സമാനമായ ചില പ്രശ്നങ്ങൾ നമുക്കറിയാം. പൊന്നാനി നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുണ്ടായി. അതിന്റെ മുന്നിലൊന്നും പാർട്ടി. വെട്ടന്യൂസ് താനൂർ. PV അൻവർ MLA നടത്തുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെ CPIM തവനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തവനൂരിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. ആലത്തിയൂർ ഹൈസ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ആലത്തിയൂരിൽ സമാപിച്ചു. CPIM ജില്ലാ കമ്മിറ്റി A. ശിവദാസൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. K. നാരായണൻ, A. പ്രേമാനന്ദൻ, KP വേണു, CP റംല, KT വേലായുധൻ, C. ഹരിദാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടന്യൂസ് ആലത്തിയൂർ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.